ഇപ്പൊ ഗോഡ് ഫാദർ ശരിക്ക് 500 അല്ലാണ്ട് നമുക്ക് ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. ശരിയാ. പക്ഷെ അന്ന് ആദ്യം ഇവരുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് തിലകനെ തന്നെ ഡബിൾ റോൾ ചെയ്യിപ്പിക്കാന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരു ഫ്രഷ് 500 എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ ആയിട്ടുള്ള ആള് വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവര് വിജയരാഘവന്റെ വിജയരാഘവന്റെ അച്ഛനാണ് 500 എൻ.എൻ. പിള്ള സാറിനെ ഇവര് കൊണ്ടുവരുന്നു. എൻ.എൻ. പിള്ള അഭിനയിക്കുന്നു. ഇതേപോലെ അവര് 4 മക്കള്, തിലകനുണ്ട്, മുകേഷ് ഉണ്ട്, ഇന്നസെന്റ് ഉണ്ട്, പിന്നെ ഒരു മകനായിട്ട് ഇവർ ഉദ്ദേശിച്ചത് നെടുമുടി വേണു വരുന്നു. ഭീമൻ രഘു ചെയ്ത ക്യാരക്ടർ. അപ്പൊ ഭീമൻ രഘുവിനെ അതിലൊരു ഗുണ്ടയുടെ ക്യാരക്ടർ, ഫസ്റ്റ് തുടക്കം വരുന്ന ഒരു ഗുണ്ടയുടെ ക്യാരക്ടറാണ്. അത് കോഴിക്കോട് വിനോദ് എന്ന് പറയുന്ന നടനാണ് ഇപ്പൊ ചെയ്തത്. ഭീമൻ രഘുവിന്റെ അച്ഛനാണ്, എത്ര പേർക്ക് അറിയാവുന്നതല്ല, ആ സിനിമയിലെ പ്രിൻസിപ്പളുടെ വേഷം ചെയ്തത്. അപ്പൊ ഭീമൻ രഘു അച്ഛന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഭീമൻ രഘുവിന് അതിൽ ആ ഒരു വില്ലന്റെ ക്യാരക്ടർ കൊടുക്കാം എന്ന് നിൽക്കുന്ന സമയത്താണ് നെടുമുടി വേണുവിന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു സിബി മലയിലെ സാന്ത്വനം എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നത്. അതിൽ നെടുമുടിയാണ് മെയിൻ റോള്. ആ സിനിമയിലെ ഡേറ്റ് ആയിട്ട് ക്ലാഷ് ആവുന്നുള്ളപ്പോ നെടുമുടിക്ക് അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നാ പിന്നെ ഭീമൻ രഘുവിനെ ഇടാന്ന് പറഞ്ഞാൽ ഈ വർഷം കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ നെടുമുടി വേണു ആയിരുന്നെങ്കിൽ വേറെ തരത്തിലാവുമായിരുന്നു. ഭീമൻ രഘു വന്നു കഴിഞ്ഞപ്പോൾ അതൊരു വേറെ തരത്തിൽ അവർ ആ ക്യാരക്ടർ കൊണ്ടുവന്നു.